PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നാലെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കാനൊരുങ്ങി KT ജലീൽ MLA. ഒരാളോടും വിധേയപ്പെട്ട് നിൽക്കേണ്ട കാര്യം തനിക്കില്ല എന്ന് ജലീൽ പറയുന്നു. അവസാന ശ്വാസം വരെയും രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും അവസാനിപ്പിക്കില്ല എന്നും KT ജലീൽ വ്യക്തമാക്കി. സ്വർഗസ്ഥനായ ഗാന്ധി എന്ന പുസ്തക പ്രകാശന ചടങ്ങിലായിരുന്നു KT ജലീലിന്റെ പ്രതികരണം. നിലപാട് വ്യക്തമാക്കാൻ ജലീൽ അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അല്ല, ഞാൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നാണ് മാറി നിൽക്കുന്നത്, അല്ലാതെ പൊതുപ്രവർത്തനത്തിൽ നിന്നല്ല. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം വേണ്ട എന്നൊരാൾ തീരുമാനിച്ചാൽ സാധാരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നുള്ള ഒരു നിഗമനത്തിലാണ് പല കോംപ്രമൈസുകൾക്കും നമ്മൾ തയ്യാറാവുക. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങനെ ആരെയും പ്രീതിപ്പെടുത്തിയിട്ട് യാതൊരു കാര്യവുമില്ല. ഇടതുപക്ഷത്തെയും പ്രീതിപ്പെടുത്തിയിട്ട് കാര്യമില്ല, മുഖ്യമന്ത്രിയെയും പ്രീതിപ്പെടുത്തിയിട്ട് കാര്യമില്ല, CPIM-നെ പ്രീതിപ്പെടുത്തിയിട്ട് കാര്യമില്ല, മുസ്ലിം ലീഗിനെ പ്രീതിപ്പെടുത്തിയിട്ട് കാര്യമില്ല, കോൺഗ്രസിനെ പ്രീതിപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഒരാളെയും പ്രീതിപ്പെടുത്തേണ്ട കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം ഞാനിനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല, ഒരു ബോർഡിൻ്റെ ചെയർമാൻ സ്ഥാനം പോലും ഇനി വേണ്ട ഭാവിയിൽ എന്ന് തീരുമാനിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഞാൻ ആരെ പേടിക്കാനാണ്? അപ്പോൾ താല്പര്യങ്ങളാവില്ല. മുബഷീർ P. അക്ബർ വിവരങ്ങളുമായി. മുബഷീർ, ഇപ്പോൾ ഇനി ആരെയും പേടിക്കേണ്ടാത്തൊരവസ്ഥയിലേക്ക് സാഹചര്യത്തിലേക്ക് താൻ എത്തുകയാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ വലിയൊരു വെളിപ്പെടുത്തലിലേക്ക് ഈ വാർത്താ സമ്മേളനം പോകുമെന്ന് കരുതാനാകുമോ? അല്ലെങ്കിൽ വലിയൊരു പ്രഖ്യാപനത്തിലേക്ക്? വലിയൊരു പ്രഖ്യാപനം ഒന്നും തന്നെ ഉണ്ടാകില്ല എന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് സ്മൃതി. എങ്കിലും ഒരു രാഷ്ട്രീയ സസ്പെൻസ് ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ KT ജലീൽ നിലനിർത്തുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയ്ക്ക് മുൻപായിരുന്നു അദ്ദേഹം ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന്, പാർലമെൻറ്റ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്നും രാജിവെക്കുകയാണെന്നൊരു സ്വയം പ്രഖ്യാപനം നടത്തുന്നത്. ഇന്ന് ഒക്ടോബർ 2-ാം തീയതി അദ്ദേഹത്തിൻ്റെ 12ാമത്തെ പുസ്തകം സ്വർഗസ്ഥനായ ഗാന്ധിജി, അതിൻ്റെ പ്രകാശന ചടങ്ങിന് ശേഷം വൈകിട്ട് 4:30 മാധ്യമങ്ങളെ കാണും. ആ ഒരു സമയത്ത് തനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ളതാണ് KT ജലീൽ പറഞ്ഞു വെക്കുന്നത്. വിശേഷം മലപ്പുറം നിലമ്പൂരിലെ ഇടതു സ്വതന്ത്ര MLA ആയ PV അൻവർ സംസ്ഥാന സർക്കാരിനെതിരെ, പാർട്ടിക്കെതിരെ, മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അതിഗുരുതരമായ വെളിപ്പെടുത്തലുകൾ, ആരോപണങ്ങൾ, പരാതികൾ ഉന്നയിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് KT ജലീലും ഇത്തരമൊരു നിലപാട് വ്യക്തമാക്കുന്ന പരിപാടിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം അദ്ദേഹം പുറത്തുവിട്ടൊരു കുറിപ്പ് നമുക്ക് മുൻപിലുണ്ട്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനയച്ചൊരു കുറിപ്പിൽ എന്തുകൊണ്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം നിർത്തുന്നതിനെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നത്. തനിക്ക് വായനയും എഴുത്തുമായൊക്കെ തന്നെ മുന്നോട്ട് പോകാനാണ് താല്പര്യം. ഇക്കഴിഞ്ഞ രാഷ്ട്രീയ ജീവിതത്തിൽ 4 തവണ ജനപ്രതിനിധിയായി, അതിൽ 1 തവണ മന്ത്രിയായിരുന്ന സമയത്തൊക്കെ തന്നെ അതിന് അവസരം തന്നത് CPIM ആണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ നന്ദി പറഞ്ഞുകൊണ്ടുള്ള കുറിപ്പ് തന്നെയായിരുന്നു അദ്ദേഹം പുറത്തുവിട്ടത്. അതുകൊണ്ട് തന്നെ പാർട്ടിയെയും ഇടതുപക്ഷത്തെയും തള്ളിക്കൊണ്ടുള്ള നിലപാട് അദ്ദേഹം സ്വീകരിക്കില്ല എന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ PV അൻവറിൻ്റേത് സമാനമായ രീതിയിലൊരു കടുത്ത നടപടിയിലേക്ക് KT ജലീൽ കടന്നേക്കില്ല എന്നുള്ളതാണ്. എങ്കിലും അദ്ദേഹം ജനപ്രതിനിധിയായിരുന്ന ഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് ചില വിഷയങ്ങൾ, വിശേഷം മതന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇടപെട്ട വിഷയങ്ങളിലൊക്കെ തന്നെ അതൃപ്തി ഉണ്ടായിരുന്നു. അതിൽ ചില ആളുകളൊക്കെ തന്നെ അദ്ദേഹത്തെ വഞ്ചിച്ചതായിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ തന്നെ അദ്ദേഹം മുൻപ് Facebook പോസ്റ്റിലൂടെയൊക്കെ തന്നെ പരോക്ഷമായി ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കെതിരെയുള്ളൊരു വിമർശനം, ഒരു പക്ഷേ പാർട്ടിക്കുള്ളിലുള്ള ആളുകൾക്കെതിരെയുള്ള വിമർശനം ഉൾപ്പെടെ ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിഗുരുതരമായ രീതിയിലേക്കുള്ളൊരു വെളിപ്പെടുത്തലൊന്നും തന്നെ ജലീലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്നുള്ളത്. വിശേഷം അദ്ദേഹം അത്തരമൊരു Facebook പോസ്റ്റ് ഉൾപ്പെടെ പ്രസിദ്ധീകരിച്ചൊരു സാഹചര്യത്തിൽ അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വൈകിട്ട് 4:30 അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നത്. രാഷ്ട്രീയ പ്രവർത്തനം പൂർണ്ണമായി അവസാനിപ്പിക്കുകയാണെങ്കിലും പൊതുപ്രവർത്തനം അവസാനിപ്പിച്ചിട്ടില്ല. താനൊരു മികച്ച ഒരു നല്ല പൊതുപ്രവർത്തകനായി തന്നെ ഇവിടെ ഉണ്ടാകും, സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി. വിശേഷം രാജ്യം അത്രത്തോളം കലുഷിതമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു പശ്ചാത്തലത്തിൽ, മതേതരത്വം ഇവിടെ തകരുന്നൊരു സാഹചര്യത്തിൽ ഒരു പൊതുപ്രവർത്തകനായി സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ സജീവമായി ഉണ്ടാകുമെന്നുള്ളത് അദ്ദേഹം ഉയർത്തിക്കാണിക്കുന്നത്. സ്വർഗസ്ഥനായ ഗാന്ധിജി എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തക പ്രകാശന ചടങ്ങിനിടെ അദ്ദേഹം കൃത്യമായത് പറഞ്ഞു വെക്കുന്നുണ്ട്. ബംഗ്ലാദേശിൻ്റെ ഒരു അവസ്ഥയൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മനുഷ്യനെ മനസ്സിലാക്കുന്ന, ബന്ധങ്ങൾ മറന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി താൻ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് KT ജലീൽ പറഞ്ഞു വെക്കുന്നത്. കൂടാതെ 60 വയസ്സിന് മുൻപ് തന്നെ സ്വയം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്നും സ്വയം രാജി എന്നൊരു പ്രഖ്യാപനം നടത്താൻ നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. അത് നിലവിലൊരു സാഹചര്യത്തിൽ മാത്രം എടുത്തൊരു തീരുമാനമല്ല എന്നുള്ളതും KT ജലീൽ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള നിരവധി രാഷ്ട്രീയ കൗതുകങ്ങൾ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ തീരുമാനത്തിൽ മണിക്കൂറേ ഉള്ളൂ. 4:30-ക്കാണ് അദ്ദേഹം വാർത്താ സമ്മേളനം പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയായിരിക്കും അദ്ദേഹം പറയുക? മനസ്സ് തുറക്കുമോ എന്ന അടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്.